പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. ഇത്തരമൊരു ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമൊന്നുമല്ല കേരളം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ഇത്രയേറെ ചർച്ചയാകുന്നത്? UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായിരുന്നു ഇത്. അപ്പോൾ തന്നെ പഠനങ്ങളും വിവാദങ്ങളും ഈ സൗജന്യ വനിതാ യാത്രയെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ശമ്പളം മുടങ്ങുന്ന, പെൻഷൻ പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത കോർപ്പറേഷൻ എങ്ങനെ ബാധ്യത എടുത്തു തലയിൽ വെക്കുമെന്നതായിരുന്നു പ്രധാന ചോദ്യം. സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ ഭാഗത്തു നിന്നും വന്ന എതിർപ്പായിരുന്നു മറ്റൊന്ന്. മറ്റു പല സംസ്ഥാനങ്ങളിലും വർഷങ്ങളായി തുടർന്നു പോരുന്ന ഈ സൗജന്യ യാത്ര കേരളത്തിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാദമാകുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലെ പദ്ധതികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തൊക്കെയാണ് കേരളത്തിന് മുന്നിലുള്ള മറ്റ് വെല്ലുവിളികൾ? ജൂൺ 15 മുതലാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാടും കർണാടകയും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ വിജയകരമായി തുടരുന്ന പദ്ധതികളുടെ മാതൃകയിൽ തന്നെയാണ് കേരളത്തിലും പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര വഴി KSRTCക്ക് പ്രതിദിനം 3 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. കേരളത്തിൽ സ്ത്രീ യാത്രക്കാരുടെ കണക്ക് KSRTC 3 ദിവസം ശേഖരിച്ചുവെങ്കിലും വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആകെ 23 ലക്ഷം പേരാണ് KSRTCയിൽ പ്രതിദിനം സഞ്ചരിക്കുന്നത്. ഇതിൽ 50% സ്ത്രീകളാണ്. ഇവർക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ തന്നെ സർക്കാർ സബ്സിഡിയായി പ്രതിമാസം 90 കോടി രൂപ നൽകണം. അതുപോലെ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്ത്രീ യാത്രക്കാരിൽ സ്വാഭാവികമായും വർധനമുണ്ടാവും. തമിഴ്നാട്ടിൽ പദ്ധതി നടപ്പാക്കിയപ്പോൾ വനിതാ യാത്രക്കാർ 40% നിന്ന് 70%ആയാണ് വർദ്ധിച്ചത്. ഇതിന് ആനുപാതികമായി സർക്കാർ സബ്സിഡി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതുപോലൊരു സാഹചര്യം കേരളത്തിലും ഉണ്ടാകും. എല്ലാത്തരം ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ സർക്കാരിന് പ്രതിമാസം 90 കോടി രൂപ സബ്സിഡിയായി നൽകേണ്ടി വരും. പദ്ധതി ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ മാത്രമായി പരിമിതിപ്പെടുത്തിയാൽ പ്രതിമാസ ബാധ്യത 60 കോടി രൂപയായി കുറയും. നിലവിൽ ഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ സൗജന്യം അനുവദിക്കാമെന്നാണ് ധനവകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം. സൂപ്പർ ക്ലാസ് ബസ്സുകളെ ഒഴിവാക്കിയാൽ ഫാസ്റ്റ്, സിറ്റി ഫാസ്റ്റ്, ഓർഡിനറി, സിറ്റി സർക്കുലറിൽ സൗജന്യം നൽകേണ്ടി വരും. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിനകം തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നുണ്ട്. 2019 ഡൽഹിയിലാണ് രാജ്യത്താദ്യമായി ഇത്തരമൊരു പദ്ധതി നിലവിൽ വരുന്നത്. പിങ്ക് ടിക്കറ്റ് എന്ന പേപ്പർ ടിക്കറ്റ് സംവിധാനത്തിലൂടെയാണ് യാത്ര അനുവദിക്കുന്നത്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ക്ലസ്റ്റർ ബസ്സുകൾ എന്നിവയിൽ യാത്ര ചെയ്യാം. ഈ വർഷം ജൂലൈ മുതൽ പദ്ധതി ഡിജിറ്റലൈസ് ചെയ്യാൻ ഡൽഹി സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിനായി പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് എന്ന പുതിയ സംവിധാനം കൊണ്ടുവരും. സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോൾ ഈ കാർഡ് ടാപ്പ് ചെയ്യണം. ഇതുവഴി ഓരോ യാത്രയും ഡിജിറ്റലായി രേഖപ്പെടുത്തും. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ 2021 വിടിയൻ പയനം എന്ന പേരിൽ സൗജന്യ ബസ് യാത്രാ പദ്ധതി നടപ്പാക്കിയത്. ഇത് പ്രകാരം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സർക്കാർ ഓർഡിനറി ബസ്സുകളിൽ പരിധിയില്ലാതെ യാത്ര ചെയ്യാം, അതും സൗജന്യമായി. പക്ഷേ AC ഡീലക്സ്, ലക്ഷറി സർവീസുകളിൽ സൗജന്യ യാത്രയില്ല. ഏതായാലും പദ്ധതി വന്നതോടെ തമിഴ്നാട്ടിലെ വനിതാ യാത്രക്കാരുടെ എണ്ണം 40% നിന്ന് 70%ആയി വർദ്ധിച്ചു. ഏകദേശം 1200 മുതൽ 1600 കോടി വരെയാണ് പദ്ധതിയുടെ വാർഷിക ചെലവ്. കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സർക്കാർ ബസ്സുകളിലെ സൗജന്യ യാത്ര. ശക്തി എന്ന പേരിൽ 2023 മെയ് മുതൽ പദ്ധതി നിലവിൽ വന്നു. സംസ്ഥാനത്തെ 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് കീഴിലുള്ള ഓർഡിനറി, എക്സ്പ്രസ്, നഗര സാരികെ, കർണാടക സാരികെ, ഗ്രാമാന്തര സാരികെ, ബാംഗ്ലൂരു സാരികെ ബസ്സുകളിലാണ് സംസ്ഥാനത്തിനുള്ളിൽ സൗജന്യ യാത്ര അനുമതി. വോൾവോ, AC, സ്ലീപ്പർ ബസ്സുകളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്വദേശികളായ സ്ത്രീകൾക്ക് മാത്രമാണ് സൗജന്യം. ഇതിനായി പ്രത്യേക കാർഡ് നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതിദിനം 75 ലക്ഷം സ്ത്രീകൾ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നതായാണ് കണക്ക്. പ്രതിവർഷം 4000 മുതൽ 5000 കോടി രൂപ വരെയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചിലവിടുന്നത്. 2023 ഏപ്രിൽ മുതലാണ് പഞ്ചാബിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ്സുകളിൽ പഞ്ചാബ് സ്വദേശികളായ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം. ഇതിനായി ആധാർ കാർഡോ വോട്ടർ ഐഡിയോ പോലുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. മഹാലക്ഷ്മി എന്ന പേരിൽ 2023 ഡിസംബറിലാണ് തെലങ്കാനയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും നോൺ AC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ആരംഭിക്കുന്നത്. തെലങ്കാന സ്വദേശികളായ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം. ഇതിനായി സർക്കാർ പ്രതിവർഷം 3000 മുതൽ 3500 കോടി രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. 2025 ഓഗസ്റ്റിലാണ് സ്ത്രീ ശക്തി എന്ന പേരിൽ ആന്ധ്രാപ്രദേശിൽ സൗജന്യ ബസ് യാത്രാ പദ്ധതി ആരംഭിച്ചത്. സൗജന്യ യാത്ര ലഭിക്കാൻ ആന്ധ്രാപ്രദേശ് സ്വദേശികളാണെന്ന് തെളിയിക്കുന്നതിനുള്ള തിരിച്ചറിയൽ രേഖകൾ യാത്രക്കാർ ഹാജരാക്കേണ്ടതുണ്ട്. ജമ്മു, ശ്രീനഗർ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ പരിധിയിൽ സ്മാർട്ട് സിറ്റി ബസ്സുകളിലും JKRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നുണ്ട്.
സ്ത്രീകളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിലാണ് ഈ സേവനം വിപുലീകരിച്ചത്. പശ്ചിമ ബംഗാളിൽ 2026 ജൂൺ 1 മുതൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സീറോ ഫെയർ ടിക്കറ്റ് അല്ലെങ്കിൽ പിങ്ക് ടിക്കറ്റ് സംവിധാനത്തിലൂടെയായിരിക്കും ഇത് നടപ്പിലാക്കുക. സ്ത്രീകളുടെ ജീവിതത്തിൽ ഈ സൗജന്യ യാത്രാ പദ്ധതിക്ക് വൻ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അയൽ സംസ്ഥാനങ്ങളിലെ അനുഭവം പഠിപ്പിക്കുന്നത്. ഒന്നാമതായി സാമ്പത്തിക ലാഭമാണ്. കുടുംബ ചെലവ് കുറയ്ക്കാൻ ഇത് വഴിയാകും. തെലങ്കാനയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വരെ ലാഭിക്കാൻ കഴിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. സൗജന്യ യാത്ര ദൂരെയുള്ള തൊഴിലവസരങ്ങൾ കൂടി സ്വീകരിക്കാൻ സ്ത്രീകൾക്ക് വഴിയൊരുക്കും. ബസ്സുകളിലും പൊതു ഇടങ്ങളിലും സ്ത്രീ സാന്നിധ്യം കൂടുന്നത് സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷയും വർദ്ധിപ്പിക്കും. വിനോദത്തിനായി യാത്ര ചെയ്യാനും കൂടുതൽ വനിതകൾ തയ്യാറാകും. പദ്ധതികൾ ഗുണകരമാകുമെങ്കിലും ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. സൗജന്യ യാത്ര വന്നതോടെ ബസ്സുകളിൽ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിക്കും. നിലവിൽ തന്നെ നഷ്ടത്തിലുള്ള പല ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കും സർക്കാരിനും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. മിക്ക സംസ്ഥാനങ്ങളിലും കോർപ്പറേഷനുകൾക്ക് സർക്കാർ നൽകുന്ന പണം കുടിശ്ശികയാകുന്നത് വെല്ലുവിളിയാണ്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ ബസ്സുകൾ വാങ്ങേണ്ടി വരുന്നതും ഖജനാവിന് അധിക ബാധ്യതയുണ്ടാക്കും. കർണാടകയിൽ സീറോ ഫെയർ ടിക്കറ്റുകൾ വഴി യാത്രക്കാരുടെ എണ്ണം ശേഖരിക്കുകയും ഓരോ മാസവും ബസ് കോർപ്പറേഷനുകൾക്ക് സർക്കാർ നേരിട്ട് പണം നൽകുകയുമാണ് ചെയ്യുന്നത്. സാമൂഹ്യക്ഷേമ ബജറ്റ് വർദ്ധിപ്പിച്ചും നികുതി വരുമാനത്തിലെ വർധനവ് ഉപയോഗിച്ചുമാണ് ഇത് നടപ്പിലാക്കുന്നത്. നഷ്ടം നികത്താൻ വോൾവോ, AC തുടങ്ങിയ പ്രീമിയം സർവീസുകളിൽ നിന്നുള്ള വരുമാനവും ഉപയോഗിക്കുന്നുണ്ട്. കർണാടക ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷൻ സൗജന്യ യാത്ര നൽകിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഇത് മറികടക്കാൻ അടുത്തിടെ ടിക്കറ്റ് നിരക്ക് 15% വർദ്ധിപ്പിച്ചത്. തെലങ്കാനയിൽ TSRTCക്ക് സർക്കാർ നേരിട്ട് പണം നൽകുന്ന രീതിയാണുള്ളത്. എന്നാൽ സർക്കാർ പണം നൽകുന്നതിലെ താമസം കോർപ്പറേഷനെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന വിമർശനമുയരുന്നുണ്ട്. ഈ പദ്ധതിക്കായി പ്രത്യേക ബജറ്റ് വകയിരുത്തുകയും സർക്കാർ സബ്സിഡി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നേരത്തെ തന്നെ പൊതുഗതാഗതത്തിന് വലിയ സബ്സിഡി ഉണ്ടായിരുന്നു. നിലവിലുള്ള ഈ സബ്സിഡി മോഡൽ വിപുലീകരിച്ചാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ധന ചെലവും പെൻഷൻ ബാധ്യതയും സർക്കാർ ഭാഗികമായി വഹിക്കും. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഉയർന്നതോടെ സർക്കാർ സബ്സിഡി തുകയിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. യാത്രക്കാരുടെ കുറവ് കൊണ്ട് ഇപ്പോഴേ കഷ്ടത്തിലായ സ്വകാര്യ ബസ് വ്യവസായത്തിന് സൗജന്യ യാത്രാ പദ്ധതി വൻ തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. 15 വർഷത്തിനിടെ സ്വകാര്യ ബസ് സർവീസ് മേഖലയിൽ 25,500 ബസ്സുകൾ സർവീസ് നിർത്തുകയും 35,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരിൽ പകുതിയിലധികം സ്ത്രീകളാണ്. സൗജന്യ യാത്ര നടപ്പാക്കുന്നതോടെ അവർ KSRTCയിലേക്ക് മാറും. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം വീണ്ടും കുറയും. ഇപ്പോൾ തന്നെ പ്രതിദിന വരുമാനത്തിന്റെ 60% ഡീസലിനാണ് ഉപയോഗിക്കുന്നത്. വരുമാനം പകുതിയായാൽ ഡീസൽ നിറയ്ക്കാൻ പോലുമുള്ള പണം ലഭിക്കില്ല. ഇന്ധനം നിറയ്ക്കാനും തൊഴിലാളികൾക്ക് വേതനം നൽകാനും പണമില്ലാത്ത ബസ്സുകൾ നിർത്തിയിടേണ്ടി വരുമെന്നാണ് ഉടമകൾ പറയുന്നത്. എന്തായാലും സ്വകാര്യ ബസ് സർവീസ് മേഖലയുടെ ആശങ്കകൾ കൂടെ സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. സ്ത്രീകളുടെ ശാക്തീകരണത്തിന് സൗജന്യ ബസ് യാത്ര വലിയൊരു മുതൽക്കൂട്ടാണ്. അതിലൊരു തർക്കവുമില്ല. എങ്കിലും പൊതുഗതാഗത സംവിധാനത്തിന്റെ ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കി മുന്നോട്ടു പോകുക എന്നതാണ് സർക്കാരുകൾക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി.